ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. കോഴിക്കോട് കൊടുവള്ളിയിലെ ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. സാനിയു മനോമി വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാനിയു, ഇതാദ്യമായിട്ട് MS സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ്. ക്രൈംബ്രാഞ്ച് പരിശോധന എപ്പോൾ തുടങ്ങി? സ്മൃതി, അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ച് സംഘം MS സൊല്യൂഷൻസിന്റെ കൊടുവള്ളിയിലെ ഓഫീസിലെത്തിയത്. അതായത് ഇത് അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി FIR ഇടുന്നു, അതിനുശേഷം പരിശോധന നടത്തുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ക്രൈംബ്രാഞ്ച് FIR ഇട്ട് കേസെടുത്തത്. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. തട്ടിപ്പ് ഉൾപ്പെടെ 7 വകുപ്പുകൾ, തട്ടിപ്പും വഞ്ചന കുറ്റവും ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സുഹൈബ് ചോദ്യപേപ്പർ ചോർത്തിയതായി കണ്ടെത്തിയിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ MS സൊല്യൂഷൻസിൽ കൂടുതൽ കാര്യങ്ങൾക്കായി പരിശോധന നടത്തുന്നത്. കൊടുവള്ളിയിലെ ഒരു കച്ചവട സ്ഥാപനത്തിന്റെ 2ാം നിലയിലാണ് MS സൊല്യൂഷൻസ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതൊരു വലിയ ഇടപെടലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിന്ന് കൂടുതൽ രേഖകൾ അടക്കമുള്ളവ കണ്ടെടുക്കേണ്ടതുണ്ട്. ചോദ്യപേപ്പറുകൾ എവിടെ നിന്നെങ്കിലും ചോർന്ന് കിട്ടിയതാണോ തുടങ്ങിയ തെളിവുകളും രേഖകളും അതുപോലെ അവിടെയുള്ള കമ്പ്യൂട്ടറുകളും മറ്റു കാര്യങ്ങളൊക്കെയും പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ച് സംഘം MS സൊല്യൂഷൻസിൽ എത്തിയത്. ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ വിവാദം ഉയർന്ന ശേഷവും വീണ്ടും കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി MS സൊല്യൂഷൻസ് രംഗത്ത് വന്നിരുന്നു. അത് തന്നെയാണ്, അതായത് ചോദ്യം ചെയ്യലടക്കം ഇനി പെട്ടെന്നുണ്ടാകുമെന്നാണ്. പക്ഷെ പെട്ടെന്നുണ്ടാകുമെന്ന് പറയുമ്പോഴും ഒരുപാട് വൈകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചോദ്യപേപ്പർ ചോർന്നതായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സുഹൈബ് വീണ്ടും രംഗത്തെത്തുകയും രസതന്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പർ അടക്കം വിശകലനം ചെയ്യുകയും പിറ്റേ ദിവസം അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെയും വലിയ നാണക്കേട് വകുപ്പിനും അതുപോലെ പോലീസിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അടുത്ത ഘട്ടം എന്നോണം ആദ്യം MS സൊല്യൂഷൻസിൽ പരിശോധന നടത്തുക, അടുത്ത ഘട്ടം എന്നോണം ഇദ്ദേഹത്തെ സുഹൈബിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയൊക്കെ അധ്യാപകരുടെയൊക്കെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും MS സൊല്യൂഷൻസിന്റെ CEO ആയ ഈ സുഹൈബിന്റെ മൊഴി എടുക്കാത്തതിൽ ചില എതിർപ്പുകൾ KSU അടക്കം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KSU അടക്കം ഈ അന്വേഷണം വളരെയധികം വൈകിപ്പോയി എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. നേരത്തെ നമ്മളോട് അവർ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. മാത്രമല്ല കൂടുതൽ ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും KSU മുന്നോട്ട് ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സാനിയ നൽകിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊടുവള്ളിയിലെ ഓഫീസിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ നീങ്ങാൻ സാധ്യതയാണ് സാനിയോ.